പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെയും മാധ്യസ്ഥത്തിൽ ഇന്ന് ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുന്ന എല്ലാവരെയും ഞാൻ ഈശ്വര നാമത്തെ ആശീർവദിക്കുന്നു. ജോലി, വീട്, വിവാഹം, ബാങ്ക്, പരീക്ഷ, പഠനം, ഇന്റർവ്യൂ, സ്ഥലമെടുപ്പ്, സ്ഥലമളപ്പ്, വീട് വെക്കല്, അപേക്ഷ കൊടുക്കല്, ഇങ്ങനെ ആശുപത്രി പോക്ക്, ടെസ്റ്റ്, അതുപോലെ തന്നെ ബയോപ്സി, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി നിന്റെ ദൈവപദത്തിൽ നീ പോകുന്നുവോ, കം വിത്ത് യു വേറെവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. നല്ല കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരി നിന്റെ കൂടെ വരികയും നിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ ആശീർവദിക്കുകയും നീ അറിയാത്ത അവിചാരിതമായ അപകടങ്ങൾ, ആകസ്മിക സങ്കടങ്ങളിൽ നിന്ന് കർത്താവ് നിന്റെ യാത്രയുടെ ലക്ഷ്യത്തെ സംരക്ഷിക്കട്ടെ. രോഗികൾ, പീഡിതരെ, മാനസിക സംഘടന അനുഭവിക്കുന്നവര്, ഡിപ്രഷൻ അനുഭവിക്കുന്നവര്, മരുന്ന് കഴിച്ചിട്ട് ഉറക്കം മൂടുകയും ശരീരം തൂക്കം വെക്കുകയും ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഇല്ലാതെ ഡിപ്രഷൻ കൊണ്ട് വേദനിച്ച് ജീവിക്കുന്ന ആൾക്കാര്, കർത്താവേ നീ അവരെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓട്ടിസം കുഞ്ഞുങ്ങള്, ഹൈപ്പർ ആക്ടിവിറ്റി കുഞ്ഞുങ്ങൾ, അവരുടെ മാതാപിതാക്കന്മാരെ മനസ്സ് കെട്ടുപോയവര്, തകർച്ച, സങ്കടം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റാത്തവര്, ജീവിക്കാൻ വേണ്ടി ജീവിതത്തോട് മൽപ്പിടുത്തം നടത്തുന്നവര്, മരുന്ന് കഴിച്ചിട്ടും രോഗം സുഖമാക്കാതെയും രോഗം പൊറുക്കാതെയും ഇരിക്കുന്നവര്, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിന്റെ അടയാളത്തിൽ, ദൈവശക്തിയാൽ നിങ്ങൾക്ക് ദൈവസന്ധിപ്പും സൗഖ്യം ലഭിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു.
അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ ചില രസങ്ങളുണ്ടാവും. ബൈബിളിൽ ഒരിക്കൽ പറയുന്നതിനോട് ദൈവം ചില സമയത്ത് നേരെ അതിൻ്റെ എതിര് പറയും. അപ്പോഴ കൺഫ്യൂഷൻ ആകണ്ട, രണ്ട് ടൈമിൽ പറഞ്ഞ പോലെ കണക്കാക്കിയാൽ മതി. ജീവിതത്തിൻ്റെയും രണ്ട് ഘട്ടം. ഇപ്പൊ ഒരു ഘട്ടത്തിൽ പിതാ ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? മത്തായി 9:13 ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിന്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുക. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ്. അപ്പൊ നീതിമാന്മാരെ വിളിക്കാനല്ല എന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരെ വിളിക്കാനാണ്? പാപികളെ വിളിക്കാനാണ്. അപ്പൊ ഇത് ആണ് ഈശോയുടെ നിലപാട്. ഇനി കുറച്ച് കഴിയുമ്പോ ഈ നിലപാട് മാറും. പാപികളെ വിളിക്കത്തില്ല. പാപം ചെയ്യാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അത് ചെയ്തോളാൻ പറയുള്ളൂ. ആദ്യം മുതൽ അവസാനം വരെ പാപം ചെയ്തല്ലേ, പാപത്തിന് പരിഹാരം ഈശോ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ബൈബിൾ അവസാനം പറയണേ, ഇനി പാപം ചെയ്യാനുള്ള ആൾക്കാർ ചെയ്തു. വ്യഭിചരിക്കേണ്ടവർക്ക് വ്യഭിചരിക്കാം, കക്കേണ്ടവർക്ക് കക്കാം, എല്ലാവർക്കും ലൈസൻസ് കൊടുക്കും. വെളിപാട് 22 അനീതി ചെയ്തിരുന്നവൻ ഇനിയും അനീതി ചെയ്തു കൊള്ളട്ടെ. പാപക്കറ പുരണ്ടവൻ ഇനിയും അങ്ങനെ തന്നെ കഴിഞ്ഞു കൊള്ളട്ടെ. ആരും തിരിച്ചു വരേണ്ട ആവശ്യമില്ല. ഒരു ദൂതപുത്രനും തിരിച്ചു വരണ്ട. അവിടെ തന്നെ കിടന്നാ മതി. ഒരു പുസ്തകമൊന്നുമില്ല, പന്നിക്കൂട്ട് തന്നെ കിടന്നാ മതി. കുറച്ച് നാളേക്ക് വെളിപാടിന്റെ പുസ്തകം എഴുതുന്ന കാലത്ത് തന്നെ എഴുതുന്നതിന് കുറച്ച് നാള് മുമ്പ് ഈ നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ ഉണ്ടല്ലോ, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, മോഷ്ടാവ് എഫേസ്യർ 4:28 മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കരുത്. അവൻ ഇല്ലാത്തവരുമായി പങ്കുവെക്കാൻ എന്തെങ്കിലും സമ്പാദിക്കുന്നതിന് വേണ്ടി സ്വന്തം കൈകൾ കൊണ്ട് മാന്യമായ ജോലി ചെയ്യട്ടെ. അതായത് മോഷ്ടാവ് ഇനിമേൽ മോഷ്ടിക്കാതിരിക്കട്ടെ എന്ന് പറയുന്ന ബൈബിളാണ്. ഒരു ടൈം കഴിയുമ്പോ ആ ഓഫർ കഴിഞ്ഞ് പാപിക്ക് കയറി വരാനും പാപക്ഷമ സ്വീകരിക്കാനും വേണ്ടിയുള്ള ഒരു ഓഫർ ടൈം ഉണ്ട്. ഓഫർ ടൈം കഴിഞ്ഞാൽ പിന്നെ ആര് വന്നാലും സ്വീകരിക്കത്തില്ല. അതാണ് പറയുന്നത്, നീതി പ്രവർത്തിക്കുന്നവൻ പ്രവർത്തിക്കട്ടെ. ഏറ്റവും രസം എന്ന് വെച്ചാൽ വെളിപാട് അടിപൊളി പുസ്തകമാണ്. വെളിപാട് പറയുന്നത് ഭീരുക്ക അവിശ്വാസികൾ. വെളിപാട് 21:8 എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ വ്യഭിചാരികൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധകവും എരിയുന്ന തടാകവുമായിരിക്കും. ഇതാണ് രണ്ടാമത്തെ മരണം. അപ്പൊ ഞാനവർക്ക് ദുഃഖ വെള്ളിയാഴ്ച അവിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന സഭ. പക്ഷെ ബൈബിള് ഈ അവിശ്വാസികളെ കാണിക്കുന്നത് എന്താണ്? വിശ്വസിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും സ്വന്തം ദുരഭിമാനം കൊണ്ടും സ്വന്തം തന്നെ
തന്നത്തെ അയാൾ തന്നെ ദൈവമായിട്ട് അയാൾ അംഗീകരിക്കുന്ന കാരണവും ഈ ഹ്യൂമനിസ്റ്റിന്റെ ഒക്കെ പ്രശ്നം അതാണല്ല. വലിയ മാനവികതയൊക്കെ പറയുന്നതിന്റെ പേരിൽ എന്താണ്, താൻ തന്നെ ദൈവം എന്നുള്ളതാണ് വിഷയം, മനുഷ്യൻ തന്നെ ദൈവം. അപ്പൊ ആ ഒരു ഐഡിയയിലേക്കാണ് ഈ ഹ്യൂമനിസം ഒക്കെ പോണത്. ഒരു ഉൾക്കൊണ്ട ഒരു കാര്യം ബൈബിൾ തന്നെ ഒന്നും ഉൾക്കൊള്ളില്ല. കാര്യം അതന്നെ അങ്ങനെ കണ്ടിരിക്കുന്നത് അവൻ ധൈര്യം ഇല്ലാത്തവനാ. എന്താണ്, ദൈവത്തെ ഏറ്റു പറയണമെങ്കിൽ കുറച്ച് ധൈര്യം ഉണ്ടാകണം. അവന് ധൈര്യം ഇല്ലാത്തവന് മനുഷ്യന്റെ മുമ്പിൽ ദുരഭിമാനം കൊണ്ട് വിശ്വാസം ഏറ്റു പറയാൻ പറ്റാത്തവൻ ആരാണ്? ഭീരുക്കളാ. ആ ഭീരുക്കൾ തന്നെയാണ് അവിശ്വാസികൾ. അവിശ്വാസികളുടെ റാങ്ക് എന്ന് പറയുന്നത് ആരുടെ റാങ്കാണ്? വ്യഭിചാരികളെ കൊലപാതകൾ എന്ന് പറഞ്ഞ റാങ്ക് കിടക്കണത്. അപ്പൊ അവിശ്വാസികൾ നെളിയേണ്ട ഒരു കാര്യമില്ല. കാര്യം നിങ്ങൾക്ക് അവിശ്വാസം ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് അല്ല, അത് നിങ്ങളുടെ ശാപമാണത്. കാര്യം വിശ്വസിക്കാനുള്ള കാര്യങ്ങളെല്ലാം ദൈവം ലോകത്ത് ചെയ്തിട്ടുണ്ട്. ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം. ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രപഞ്ച ക്രമീകരണത്തെ വെറുതെ നോക്കിയാൽ മതിയല്ല. ഞാൻ ചിലപ്പോൾ ഓർക്കുകയും ഈ വലിയ തടാകം പോലുള്ള മേഘങ്ങളല്ലേ ഈ നമ്മുടെ തലക്ക് മുകളിൽ നിൽക്കുന്നത്, അത് അങ്ങനെ തന്നെ പൊത്തുവെന്നും പറഞ്ഞ് ഇപ്പൊ വീഴുന്ന കൊണ്ടല്ലേ നിലച്ചെറിയ സമയത്ത് മിന്നൽ പ്രളയങ്ങളൊക്കെ ഉണ്ടാകണം. കാലാവസ്ഥ വ്യതിയാനത്തിന്റെ പ്രവചനാതീതമായിട്ടുള്ള ഭവിഷ്യത്തുകൾ എന്നൊക്കെ പറയുന്നത് ഇനിയുള്ള കാലങ്ങളിൽ പേടിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പം ഞാൻ ഓർക്കുകയെ ഈ തടാകം വലിയ തലക്ക് മുകളിൽ നിൽക്കുന്നത് എത്രയോ ടണ്ണായിരിക്കും, എത്രയോ കിലോമീറ്റർ ആയിരിക്കും. ആ മേഘങ്ങളെയൊക്കെ ആ വെള്ളക്കെട്ട്, അത് വെള്ളക്കെട്ടാണല്ലോ, ആ വെള്ളക്കെട്ടിനൊക്കെ അത് തലക്ക് മുകളിൽ കാറ്റിൽ പറക്കാവുന്ന ഒരു പരുവത്തിലാക്കി മേഘമാക്കി മാറ്റുന്ന പിന്നിലുള്ളൊരു ബുദ്ധിയില്ലേ, അത് ആർക്കാണ് മനസ്സിലാകാത്തത്? അതാണ് പൗരസഭം പറയണത്. അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നതൊക്കെ അറിയാവുന്ന എന്നാൽ ആ രീതിയിലാണ് ലോകത്തിന്റെ ഈ ക്രമീകരണം വെച്ചിരിക്കുന്നത്. നമ്മളെ ഈ ദുരഭിമാനം കൊണ്ട് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ പരിണാമവാദത്തെ ആൾക്കാർ പരിണാമവാദം നടക്കണമെന്നില്ലെന്നല്ല, സൃഷ്ടികൾക്ക് ശേഷങ്ങളിൽ പരിണാമം ഉണ്ടാവും. സൃഷ്ടമായിട്ടുള്ള അത് നമുക്ക് സ്വാഭാവികമായിട്ട് കാണാമല്ലോ. സൃഷ്ടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന പരിണാമങ്ങൾ സൃഷ്ടിയുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന പരിണാമങ്ങളും ഉണ്ടാവും. പക്ഷെ പരിണാമം മാത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനേക്കാൾ വലിയ അയുക്തി എന്തുണ്ട്? അപ്പോഴേ ഇതൊക്കെ മനുഷ്യര് സൂക്ഷിക്കുമ്പോൾ അവിശ്വാസികൾ എന്ന് പറയുന്ന ഒരു വർഗം ശരിക്കും പറഞ്ഞാൽ അത് യുക്തിസഹമല്ല. ശരിക്കും അതാണ് ബൈബിളിൻ്റെ ഒരു കണക്ക്. അവര് വിശ്വാസം ഏറ്റു പറയാൻ ഭീരുക്കളാണ്. അതുകൊണ്ടാണ് ഭീരുക്കൾ അവിശ്വാസികൾ എന്ന് പറയുന്നതിൻ്റെ കാരണം. അപ്പം വിശ്വാസം ഏറ്റു പറയുന്നത് ധൈര്യമാണ്. തന്നെയല്ല ഈ നിരീശ്വര പ്രസ്ഥാനത്തിന് വേണ്ടി മരിച്ച ആൾക്കാരെ പലരെയും കാണുക. പക്ഷേ ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ അത് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇതുമാത്രം രക്തസാക്ഷിയുടെ ഉള്ളത്. അവർക്കൊക്കെ അനുഭവങ്ങളില്ലാതിട്ടാണ്. ദൈവാനുഭവം എന്ന് പറയുന്നത് ആന്തരികമാണത്. ആ അനുഭവമുള്ള ആ ബോധ്യത്തിൽ തന്നെ അവർ ജീവിക്കും. അതിനെതിരെ അതിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അവർ ചിലപ്പോൾ ജീവനായും കൊടുക്കണത് അതിന് പകരം. അതാണ് ദൈവവിശ്വാസത്തിൻ്റെ കരുത്ത് ഭൂമി നിൽക്കുന്നതിൻ്റെ കാരണം. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അവസാനം വരെ ദൈവം ഇങ്ങനെ അനുതാപത്തിലേക്ക് പാപികളെ വിളിക്കുന്നുണ്ടെങ്കിലും അനുതാപത്തിന്റെ അവസരം നഷ്ടപ്പെടുന്നു. ഹെബ്രായർ 12:17 പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണ്ണീരോടെ അവനത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. അവന് അവസരം ലഭിച്ചില്ലെന്ന്. അപ്പൊ അനുതാപം ഒരു അവസരമാണ്. അത് കാരണം ആ അവസരം ദൈവം തന്നിട്ട് ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അനുതാപം സ്വീകാര്യമല്ലാതെ വരും. അതുകൊണ്ടാണ് ബൈബിൾ പറയണത് ഇനി അനീതി പ്രവർത്തിക്കുന്ന അനീതി പ്രവർത്തിക്കട്ടെ എന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? തിന്മ ചെയ്യുന്ന തിന്മ ചെയ്യട്ടെ. അപ്പം ഈ അവസരം ഒരു
നോൻപ് കാലം ഒരു അവസരമാണ്. ഓരോ മനുഷ്യർക്കും ഇതുപോലെ ദൈവം ഓരോ സമയം കൊടുത്തിട്ടുണ്ട്, അവസരം. ആ അവസരത്തെ തന്നെ അവനെ അനുദപിക്കണം. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവസരം അനുതാപം സ്വീകാര്യമായിരിക്കത്തില്ല. സ്വീകാര്യമായ സമയത്താണ് നമ്മുടെ അനുതാപം പോലും ദൈവം സ്വീകരിക്കുന്നത്. ബൈബിളിലെ 2 കൊരിന്ത്യർ നമ്മൾ വായിക്കുന്നില്ലേ, അത് ഇതാണ് സ്വീകാര്യമായ സമയം. 2 കൊരിന്ത്യർ 6:2 അവിടുന്ന് അരുൾ ചെയ്യുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു. രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം. ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഈ നോൻപ് കാലത്തിന്റെ അരൂപി മനസ്സിലായിക്കൊണ്ട് അനുതാപത്തിലേക്ക് വന്ന് ദൈവത്തെ സ്വീകരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. പെരുമ്പലം സെന്റ് ജോർജ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ 2018 ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. പക്ഷേ എനിക്കതൊന്നും അങ്ങോട്ട് സാധിച്ചു കിട്ടിയില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നെ അതിൽ ഉഴപ്പി. ബൈബിൾ വായന കുറവായിരുന്നു, അങ്ങനെ പ്രാർത്ഥനയൊക്കെ കുറവായിരുന്നു. അങ്ങനെ എനിക്കത് സാധിച്ചു കിട്ടാതെയായി. പക്ഷെ ഞാൻ അത് അല്ലാതെ ഞാൻ ഉടമ്പടിയിൽ വെക്കാതെ ഞാൻ വേറെ കാര്യങ്ങളൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അതെനിക്ക് സാധിച്ചു കിട്ടുകയും ചെയ്തു. അന്നേരം എനിക്ക് അത് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിന്നെ കൊറോണയായി. അതിനു മുമ്പ് ഞാനിവിടെ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ വരുമായിരുന്നു. ചൊവ്വാഴ്ചകളിലും വരുവാണെങ്കിലും എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ കയറി നിന്ന് സാക്ഷ്യം പറയാൻ ഭയങ്കര പേടിയായിരുന്നു. അത് കാരണം ഞാൻ അടുത്ത മാസമാവട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ നീട്ടിക്കൊണ്ടേയി. പിന്നെ അത് കഴിഞ്ഞ് കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് രണ്ടാമത് എനിക്ക് ഉടമ്പടി പുതുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ വന്ന് 2004 ഡിസംബർ 4 ഏപ്രിൽ 4 2022 വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി. ഒറ്റയ്ക്ക് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞ് പിന്നെയാണ് എൻ്റെ കുടുംബത്ത് അനുഗ്രഹങ്ങളുണ്ടായത്. എൻ്റെ മോൻ, എനിക്ക് 3 സാക്ഷ്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത്. എൻ്റെ മോൻ ഡിഗ്രി കഴിഞ്ഞതാണ്. ഡിഗ്രി കഴിഞ്ഞിട്ട് അവന് ജോലിയൊന്നും ആകണമുണ്ടായിരുന്നില്ല. ചെറിയ ജോലിക്കൊക്കെയാണ് അവൻ പോയിരുന്നത്. എന്നാൽ ഞാൻ ചോദിച്ച്, ഇങ്ങനെ ജോലിക്ക് പോയാൽ മതിയോ, എന്തെങ്കിലുമൊക്കെ ഒരു സ്ഥാനത്തെത്തണ്ടേന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അമ്മച്ചി എനിക്ക് കോഡിങ് പഠിക്കണം, മെഡിക്കൽ കോഡിങ് പഠിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ ഷിപ്പിൻ്റെ ഒരു കോഴ്സ് പഠിക്കണമെന്നുണ്ട്. മെഡിക്കൽ കോഡിങ് പഠിക്കണമെങ്കിൽ 1 ലക്ഷത്തോളം വേണം. പിന്നെ ഷിപ്പിൻ്റെ ആണെങ്കിൽ 2.5 ലക്ഷത്തോളം വേണം. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ആണ്. ഹസ്ബൻഡിന് ജോലിയില്ല, പിന്നെ എനിക്കും ജോലിയില്ല. അങ്ങനെ ഞങ്ങൾ ഈ സ്വർണ്ണങ്ങളൊക്കെ കുറേശ്ശെ പണയം വെച്ചാണ് ഇങ്ങനെ അങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരുന്നിരുന്നത്. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, കോഡിങ് പഠിക്കേ, ഇപ്പോൾ വേറെ സാമ്പത്തികമായിട്ട് കിട്ടാനില്ലെങ്കിൽ ഞാൻ താലിമാല വെച്ചാണെങ്കിൽ നിന്നെ പഠിപ്പിക്കാം, നീ പഠിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കോഡിങ് പഠിക്കാൻ തയ്യാറായി. അവനത് കോഴ്സ് ഇഷ്ടമായിരുന്നു. അന്നേരം ഞാൻ വീട്ടിൽ എൻ്റെ അപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവനിങ്ങനെ പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവനതിന് വേണ്ടി തുനിഞ്ഞ് ആദ്യത്തെ ഫസ്റ്റ് ഗഡു തന്നെ അത് പണയം വെച്ച് ഞാൻ അടച്ച്. പിന്നെ രണ്ടാമത്തെ ഗഡു എന്ന് പറയുമ്പോൾ 55 അടയ്ക്കണം. അന്നേരം ഞാൻ അങ്ങനെ വെക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴേക്കും അപ്പൻ എന്നെ സഹായിച്ച് അങ്ങനെ അവൻ്റെ പഠിത്തം പൂർത്തിയായി. അവനൊരു ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടി. അങ്ങനെ അവനിപ്പോൾ ചെന്നൈയിൽ എപ്പിസോഡ്സ് കമ്പനിയിൽ അവൻ ജോലിക്ക് കയറി. പിന്നെ രണ്ടാമത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾക്കാണ്. മകൾ ആയുർവേദ ഡോക്ടറിന് പഠിക്കണതാണ്. കണ്ണൂർ ഗവൺമെൻറ് കോളേജിലാണ് പഠിക്കുന്നത്. അന്നേരം അവൾക്ക് 3rd ഇയറിലെ എക്സാം ഭയങ്കര ടഫായിരുന്നു. ഓൺലൈൻ ക്ലാസ്സായിരുന്നു. കൊറോണ കാരണം ഓൺലൈൻ ക്ലാസ്സുകളായിരുന്നു.
അത് കാരണം അവൾക്ക് ശരിക്കുള്ള ക്ലാസ്സുകളൊന്നും കിട്ടാത്ത കാരണം പരീക്ഷയായി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, അമ്മച്ചി ഒരെണ്ണം പഠിക്കുമ്പോൾ ഒരെണ്ണം മറന്നു പോണ്, എനിക്ക് ഭയങ്കര ടഫാണ്, പരീക്ഷ ഞാൻ എന്തായാലും ജയിക്കില്ല, എന്തെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും ഞാൻ തോക്കുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നീ അങ്ങനെ പറയണത് എന്തിനാണ്, നീ മാതാവിനെ വിശ്വസിച്ച് അങ്ങോട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. പരീക്ഷയുടെ ആ സമയമാകുമ്പോൾ മെയിനായിട്ട് പുള്ളിക്കാരത്തി പഠിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത് ആ സമയത്ത് സാക്ഷിയൊക്കെ പറഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്ന സമയമായിരുന്നു. അത് കാരണം ഞാൻ പറഞ്ഞു, മോൾ പഠിച്ചോ, ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ്. ഞാൻ ഒരു കയ്യിൽ കാശിരവും ഒരു കയ്യിൽ കൊന്തയും പിടിച്ചുകൊണ്ട് അവൾക്ക് പരീക്ഷ തുടങ്ങണ സമയം തൊട്ട് തീരണ വരെ ഞാൻ വീട്ടിൽ ഇരുന്ന് കൊന്ത ചെല്ലുമായിരുന്നു. കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കും, പരീക്ഷ കഴിയണവരെയും ചെല്ലും. പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, എങ്ങനെയുണ്ട് പരീക്ഷ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ചില ദിവസം പറയും കുഴപ്പമില്ലായിരുന്നു എന്ന് പറയും, ചില ദിവസം പറയും അമ്മച്ചി ഭയങ്കര ടഫായിരുന്നു, എനിക്ക് എഴുതാനൊന്നും പറ്റിയില്ല, ഞാൻ ഈ വിഷയത്തിന് എന്തായാലും തോക്കുമെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, നീ മാതാവിൽ വിശ്വസിക്ക്, ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവൾ പറഞ്ഞ്, റിസൾട്ട് വരാറിയായപ്പോൾ അമ്മച്ചി ഞാൻ സപ്ലി എഴുതിക്കോളാം, ഒരു വിഷയത്തിന് എന്തായാലും സപ്ലി എഴുതിക്കോളാം എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞ് എഴുതേണ്ട വരില്ല എന്ന് പറഞ്ഞ്. റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവളെല്ലാ വിഷയത്തിനും പാസ്സായി, വലിയ മാർക്കൊന്നും ഇല്ലെങ്കിലും തോക്കാതെ ജയിച്ചു. പിന്നെ മെയിനായിട്ട് എനിക്കൊരു സാക്ഷ്യം പറയാനുള്ളത്, ഞങ്ങളുടെ വീട്ടിലെന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നത് ഈ കൊറോണ വന്നേ പിന്നെയാണ്. കൊറോണ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് ജോലി നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വിദേശത്ത് പോയി, രണ്ട് മാസത്തെ ഷട്ട് ഡൗൺ വർക്കിന് പോയി. ഷട്ട് ഡൗൺ വർക്കിന് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ഷുഗർ കൂടി കാലൊക്കെ പൊട്ടി. അവിടെ വെച്ച് തന്നെ പുള്ളിക്കാരന് സർജറിയൊക്കെ ചെയ്ത്, ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സർജറിയൊക്കെ ചെയ്ത് 3 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ് പോയത്. പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ചെന്നപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ച്. പിന്നെ കൊറോണയും പിടിച്ച്. അത് കഴിഞ്ഞപ്പോൾ ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു പുള്ളി അവിടെ ചെന്നിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു ദിവസം നോക്കിയപ്പോൾ വെളുപ്പിന് വീട്ടിൽ വന്നേക്കണ്. അന്നേരക്കിന് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് സംഭവം എന്നൊക്കെ പറഞ്ഞ് കാലൊക്കെ കെട്ടിയൊക്കെയാണ് വന്നത്. ഞങ്ങൾ ആകെ വിഷമിച്ച്. പിന്നെ ഒരു 8 മാസം വരെയും പണിയില്ല, ഒന്നുമില്ലാതെ വീട്ടിൽ തന്നെ ഇരുന്ന് അതൊക്കെ പുറത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ ജീവിച്ചാൽ മതിയാ, നമുക്കെന്തെങ്കിലും ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ വൈഫ് ഇറ്റലിയിലുണ്ട്. അന്നേരത്തിന് ചേച്ചിയോട് ഞാൻ ചോദിച്ച്, ചേച്ചി ഞങ്ങൾക്ക് ഇങ്ങനെ പണിയും കാര്യങ്ങളൊന്നും ഇല്ല, അന്നേരം ഞാനും വരട്ടെ അങ്ങാടെന്ന് ചോദിച്ചു. അന്നേരം പുള്ളിക്കാരത്തി പറഞ്ഞ് കയറിപ്പോരെന്ന് പറഞ്ഞ്. പക്ഷെ എങ്ങനെ കയറിപ്പോരുന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പൈസയും സാമ്പത്തികവും ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഞാൻ അന്നേരം പറഞ്ഞ്, ഞാൻ അപ്പനോട് ഈ കാര്യം അവതരിപ്പിച്ച്. അപ്പം പറഞ്ഞ് എന്ത് ചിലവ് വരുമെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു, ഒരു 7 ലക്ഷത്തോളം വരും, ഞാൻ ഏജൻറ്റിനെ വിളിച്ച് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ്. അന്നേരം പുള്ളിക്കാരത്തിയോട് ഏജൻറ്റിൻ്റെ നമ്പറും മേടിച്ച് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു, അയാൾ ഫോണിൽ കൂടെ വിളിച്ചപ്പോൾ പറഞ്ഞ് 8 ലക്ഷത്തോളം ആവുമെന്ന് പറഞ്ഞ്. ഞാൻ ഉടമ്പടി കാശുരുവം. അന്നേരം ഞാൻ ചേട്ടനോട് പറഞ്ഞു, നമുക്കൊന്ന് ഏജൻറ്റിൻ്റെ അടുത്ത് വരെ ഒന്ന് പോകാം എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയപ്പോൾ ഞാൻ കാശുരുവം കൊന്തയും കൊണ്ടുമാണ് പോയത്. അവിടെ ചെന്ന് ഞാൻ കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ് വിസയ്ക്ക് 4.5 ലക്ഷം രൂപയും പിന്നെ പ്ലെയിൻ ടിക്കറ്റും ആവുള്ളൂ എന്ന് പറഞ്ഞ്. അന്നേരം പകുതി തന്നെ മാതാവിൻ്റെ കാശുര്യം കൊണ്ട് ചെന്നപ്പോൾ പകുതി തന്നെ അവിടെ അങ്ങോട്ട് കുറഞ്ഞ്. അപ്പം തന്നെ എനിക്ക് ഒരുപാട് വിശ്വാസം മാതാവിലേക്ക് അങ്ങോട്ട് വന്ന്. ഞാനിങ്ങനെ എൻ്റെ അപ്പനോടും അവതരിപ്പിച്ച്. അന്നേരത്തിന് അപ്പം പറഞ്ഞ്, കാര്യങ്ങൾ തുടങ്ങിക്കോ, ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ 25,000 രൂപ പോലും ആ ഏജൻറ്റിന് ഫസ്റ്റ് ഗഡുവ്, ആ ഒരു പ്രോസസ്സിങ് തുടങ്ങാനുള്ള പൈസ പോലും കൊടുക്കാൻ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പൻ തന്ന്. അങ്ങനെ ഞങ്ങൾ പ്രോസസ്സിങ് തുടങ്ങി. പിന്നെ ഞങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാനൊരു എന്തെങ്കിലും ഒരു